അപ്പോൾ എല്ലാവർക്കും ഈ വേണ്ടക്കിൻ്റെ പേരിൽ ഓണാശംസം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള പൂക്കളാണ്. അപ്പോൾ ഈ നമ്മുടെ ഇപ്പോൾ ഒന്നാമത്തെ ഭയങ്കര മഴയാണ്. അപ്പോൾ നമുക്ക് മഴയും കാറ്റുമ്പോൾ തന്നെ നമുക്ക് സാധനം നമുക്ക് വീട്ടിലേക്ക് തന്നെ എടുത്ത് വെക്കാനുള്ളൊരു സെറ്റപ്പിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കൊരു പണി ചെയ്യാം, നമുക്ക് നേരെ വീഡിയോയിലോട്ട് തന്നെ പോകാം. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന 4 പട്ടിയ കഷ്ണം ഉണ്ടാകും. അപ്പോൾ ഇതുമ്പോഴാണ് ഇത് സെറ്റ് ചെയ്യാൻ പോണത്. എന്നിട്ട് 4 എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ ഗ്യാപ്പിൽ ഒരു 4 കൊണ്ട് വേറെ വരും കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് ഒരു ചെറിയ ഏറ്റവും കനം കുറഞ്ഞ തകിട്, അത് എന്ത് ഷീറ്റായാലും കുഴപ്പമില്ല, കത്രികക്ക് മുറിക്കാൻ പറ്റിയ തകിടാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇത് അലൂമിനിയം ഷീറ്റാണ്. എന്നിട്ട് നമ്മൾ പ്ലസ് ആകൃതിയിൽ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ കൂടിയാണ് ഈ സാധനം വരക്കണത്. അതായത് നമുക്കിത് മാണി അടിക്കാൻ വേണ്ടിയാണ് ഈ സാധനം വരക്കണത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ സാധനം കത്രികക്ക് വെട്ടിയെടുത്തിട്ടാണ് നമ്മൾ ആ സാധനത്തിന് ആണി അടിച്ച് ഉറപ്പിച്ച് വെക്കണത്. അപ്പോൾ എന്നുണ്ടെങ്കിൽ പിന്നെ ഈ പറഞ്ഞിട്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതായത് പിന്നെ ഇതെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇത് സ്ക്വയറായിട്ട് എടുത്താലും വില വിഷയങ്ങളൊന്നും വരില്ല കേട്ടോ. എന്നുണ്ടെങ്കിൽ നമ്മൾ 2 അടിയിൽ മുകളിലാണ് നമ്മൾ വെക്കണത്. അപ്പോൾ ഇതിൻ്റെ ഇടയിലോട്ട് നമ്മൾ വേറെ 4 പീസ് കൂടി കയറ്റി കൊടുക്കണം. അപ്പോൾ അത് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു പണി, നമുക്ക് ഇതൊക്കെ കട്ട് ചെയ്ത് നമുക്ക് ആദ്യം തന്നെ എടുക്കരുത്. നമ്മൾ എടുത്തേക്കുന്ന പട്ടി എന്നുണ്ടെങ്കിൽ ഈ മരപ്പണി വർക്ക്ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ പട്ടി കിട്ടും. അത് വേസ്റ്റായി പോകുന്നൊരു പീസാണ്. അപ്പോൾ ഈ ഓണക്കളത്തിൽ നമുക്ക് 2 പട്ടിയെ മാത്രം അങ്ങനെ മതി, ഒരു 6 അടി നീളമുള്ളത്. അപ്പോൾ നമ്മൾ ആ ഷീറ്റ് വെട്ടിയെടുത്തേക്കേണ്ടത്. ഇപ്പോൾ സ്ക്വയർ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാനങ്ങനെ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അടിയിൽ വെക്കണ പീസ്, അതായത് അടിഭാഗം നമ്മൾ നിരപ്പിൽ തന്നെ അടിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മലത്തി വെച്ചിട്ടാണ് അതിൻ്റെ അടിഭാഗത്താണ് നമ്മൾ 1.5 ഇഞ്ചിൻ്റെ പീസ് വെച്ചിട്ട് മുകളിലടിക്കണ ഈ തകിട് നമ്മൾ വളച്ചടിക്കണം. അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഈ സാധനം നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ട് വളഞ്ഞിങ്ങനെ മുകൾ ഭാഗം പൊന്തിക്കൂല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇനി അടുത്ത പണിയിലോട്ട് നമ്മൾ പോണത്. ഇനി ചിലവ് വന്നേക്കണമെന്നുണ്ടെങ്കിൽ 2 കാർഡ്ബോർഡ് ഷീറ്റിന് 60 രൂപ, 30 രൂപ വെച്ച്. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു 10 രൂപ ആണി മതി, ഒരു 20 രൂപ പശ മതി. അത്ര മാത്രമേ ഇതിന് ചിലവ് വന്നിട്ടുള്ളൂ. ഇത്ര ഹൈറ്റിൻ്റെ ആവശ്യമുള്ളൂ. 1.5 ഇഞ്ച് കൂടുതലായിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബോറായിട്ടുള്ള ഒരു ഭയങ്കര പൊങ്ങലായിപ്പോൾ. അപ്പോൾ നമ്മൾ ഇത് ഒരു ഒഴുക്കൻ ടൈപ്പായിട്ടുള്ള ഒരു പൊങ്ങലാണ് ഇനി കിട്ടിയേക്കണത്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യേണ്ടതുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ 4 പീസ് കൂടി കയറണം. അപ്പോൾ നമ്മൾ മട്ടം വെച്ചുകൊണ്ട് നേരെ ഒന്നും ചെയ്യേണ്ട, ആ മട്ടത്തിൻ്റെ ഉൾഭാഗം ഇതിലിങ്ങനെ സെൻറ്ററിൽ വെച്ചുകൊണ്ട് ഒന്ന് അങ്ങോട്ട് വരച്ചിട്ട് അത് കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് അതിൻ്റെ ഉള്ളിലോട്ട് സൂട്ടബിളായിട്ട് കയറിക്കോളൂ. എന്നിട്ട് നമുക്ക് അതുമേ ഒന്ന് ഒരാണി അങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിനി അടുത്ത പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്തേക്കണ കമ്പി എന്നുള്ളിൽ ഒരു 5 mm കനമുള്ള കമ്പിയാണ് നമ്മൾ എടുത്തേക്കണം. അപ്പോൾ കടയിൽ ചെന്ന് പോയി ഒറ്റ റൗണ്ടായിട്ട് എടുത്താൽ മതി, ഒറ്റ റൗണ്ട് മതി അതിൻ്റെ ആവശ്യം. അപ്പോൾ അത്യാവശ്യം വലിയ ഒരു പൂക്കളോട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിനി ഇതിൻ്റെ ഉള്ളിലേക്കാണ് ആ കട്ട് ചെയ്ത് വെച്ച ആ 4 പീസും ഇനി കയറ്റി കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ അങ്ങനെ സ്ക്വയർ ആയാലും കുഴപ്പമൊന്നുമില്ല. അത് ഇപ്പോൾ ഇങ്ങനെ ചെയ്താലും എങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ ഇനി ഓരോ ആണി അടിച്ചിട്ട് ഇനി കമ്പിയും ഈ സാധനം പിടിച്ച് ഏകദേശം ഒരു നല്ലൊരു ഒരളവിൽ, ഒരു കറക്റ്റായിട്ടുള്ള അളവിൽ വെച്ച് മൊത്തത്തിൽ ഇത് ആണി അടിച്ചിട്ട് ഇത് വെച്ച് ആ കമ്പിയും ഇട്ട് നമ്മൾ കെട്ടി കൊടുക്കുകയാണ്. അത് വെറുതെ എന്തെങ്കിലും വള്ളി എടുത്ത് നല്ല ടൈറ്റ് ചെയ്ത് കെട്ടിയാൽ മതി. എന്നിട്ട് അതിൻ്റെ അറ്റത്ത് ഊരി പോകാണ്ടിരിക്കാൻ വേണ്ടി ഓരോ ആണികൾ ഈ തുമ്പത്തെല്ലാം അവിടുത്തെ അടിക്കേണ്ടി വരും. അതായത് കെട്ടിയൊക്കെയാണ്. അപ്പോൾ ലൂസായി പോയിട്ടുണ്ടെങ്കിൽ സാധനം പുറത്തേക്ക് തള്ളി പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരാണി ഇതിൻ്റെ തുമ്പത്തെല്ലാം അടുത്ത് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇനി എടുക്കുമ്പോൾ നമ്മൾ അളവാണ്. അതായത് ഇതിൻ്റെ മുകളിലിടുന്നത് ഡ്രോയിങ് ഷീറ്റ് നമ്മൾ എടുത്തേക്കണത്. അത് ന്യൂസ് പേപ്പർ ആയാലും കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ മുകളിലിടുന്ന ഷീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കാർഡ്ബോർഡ് ഷീറ്റ് എടുത്തേക്കണം. കാർഡ്ബോർഡ് ഏറ്റവും കട്ടി കുറഞ്ഞ ഷീറ്റ് മതി. മറ്റേന് ഇതിനാകുമ്പോൾ 60 രൂപ, മറ്റേതാകുമ്പോൾ നേരെ ഇരട്ടി പൈസ വരും. അപ്പോൾ നമുക്ക് അത് സെൻറ്ററിലിട്ടാണ് നമ്മൾ അളവ് എടുക്കുന്നത്. എന്നിട്ട് ഏകദേശം രൂപത്തിൽ നമ്മൾ റൗണ്ടും വീശി കഴിഞ്ഞിട്ട് നമ്മളത് വെട്ടിയെടുത്ത് ഫിനിഷിംഗ് പോയിന്റിൽ കറക്റ്റ് ചെയ്താൽ മതി. അത് അപ്പോൾ എല്ലാ കാർഡ്ബോർഡ് ഷീറ്റും നമ്മൾ വെട്ടിയെടുത്തേക്കേണ്ട. ഇനി നമുക്ക് ആ പട്ടിയുടെ ഇപ്പോൾ നമ്മൾ വെട്ടിയ പീസ് നേരെ അത് അങ്ങോട്ട് ഒട്ടിച്ചങ്ങ് കൊടുത്താൽ മതി. അപ്പോൾ
അപ്പോൾ ഇത് ഈ പട്ടികൾ കറക്റ്റ് ആണെങ്കിൽ ഒറ്റ അളവ് കൊടുത്താൽ മതി. പട്ടി അങ്ങനെ നീങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ 4 അളവ് കൊടുക്കണമെന്ന് പറഞ്ഞത്. അത് സിമ്പിൾ കേസായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അത് ഒരെണ്ണം മുറിച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് ഐഡിയ കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സാധനം കംപ്ലീറ്റ് പശയിൽ അങ്ങനെ ഒട്ടിക്കാൻ പോവുകയാണ്. ഈ കാർഡ്ബോർഡ് ഷീറ്റിന് പകരം നമ്മൾ തുണി എടുക്കുകയാണെങ്കിൽ നമുക്ക് മടക്കി വെക്കണ ഒരു സെറ്റപ്പ് ചെയ്യാം. പക്ഷെ അതിന് പണി ഒരുപാട് വന്നാലാണ് നമ്മൾ ആ ഒരു ഐഡിയയിലോട്ട് പോകേണ്ടുന്നത്. സുഖമായിട്ടിങ്ങനെ മടക്കി, പക്ഷെ അത്രയും പെർഫെക്റ്റ് ആകുകയും ഇല്ലത്, പണി കൂടുതലായിരിക്കുള്ളൂ. അതാണ് ഞാൻ കൂടുതലും ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഞാൻ ചെയ്തത്. നമുക്ക് അപ്പോൾ നമ്മൾ ഈ ചെയ്യാൻ പറ്റുന്ന റൗണ്ട് വീശാൻ വേണം. അപ്പോൾ എന്താ ഇന്നത്തെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സെൻറ്ററിൽ ഒരു ഹോൾ അടിക്കുന്നുണ്ട്. അതായത് ഒരു ഡ്രില്ലിങ് ചെയ്ത് ഹോൾ അടിച്ചിട്ട് അതിപ്പോൾ ഞെട്ടുമ്പോൾ ഇട്ടിട്ടാണ് നമ്മൾ കളയണം. അപ്പോൾ നമുക്കിങ്ങനെ എടുത്തുകൊണ്ട് പോകാൻ പറ്റും. അത് ഈ ഹോൾ അടിക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ ആണി അടിച്ചിട്ട് അതിൻ്റെ വെയിറ്റ് കാൽക്കുലേഷൻ ചെയ്തിട്ട് വേണം ഈ ആണി സെൻറ്റർ കുത്താണ്ട്. ചിലപ്പോൾ ഇത്തിരിയൊക്കെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ചരിഞ്ഞു പോകും. അപ്പോൾ കാരണം അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയൊന്നും കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ അതിൻ്റെ സെൻറ്ററിൽ ആണി കുത്തിയിട്ട് പിന്നെ മൊത്തത്തിൽ നമ്മളത് കറക്റ്റ് റൗണ്ടായിട്ട് നമ്മളത് വെട്ടിയെടുക്കാൻ പോകണത്. അപ്പോൾ നമ്മളിനി അത് വെട്ടിയെടുക്കേണ്ടത് റൗണ്ടൊക്കെ വീശി കഴിഞ്ഞ് നമ്മൾ കറക്റ്റായിട്ട് വെട്ടിയെടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മലത്തിയിട്ടിട്ട് എന്താ കുഴപ്പമുണ്ടെങ്കിൽ ഇതിൻ്റെ എൻഡുകൾ ചില സ്ഥലത്തൊക്കെ വളഞ്ഞിരിക്കും. അപ്പോൾ അതിൻ്റെ അടിയിൽ ആ കമ്പിയുടെ മോൾ ഭാഗത്ത്, അതായത് ഈ നമ്മുടെ കാർഡ്ബോർഡിൻ്റെ അടിയിൽ വളഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു പീസ് വെച്ച് ഒന്ന് ഒട്ടിച്ചോളാം. അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എൻഡുകൾ വളഞ്ഞിരിക്കും. അത് മാത്രം രണ്ടാമതായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ചെയ്യേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ബീഡിങ് അതിന് ചുറ്റിനും വേണം. അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ പൂക്കളിടുമ്പോൾ താഴത്തേക്ക് വീണു. അപ്പോൾ അതിന് തടയാൻ വേണ്ടി ഒരു ചെറിയൊരു ബീഡിങ് പോലെ, അത് ഇപ്പം ഞാൻ എടുത്തേക്കുന്ന ചെറിയ കയറിൻ്റെ ഒരു പീസാണ്, വണ്ണം കുറഞ്ഞ കയറാൻ എടുത്തേക്കണത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് എൻഡിലൊന്ന് ഒട്ടിച്ച് കളഞ്ഞാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അതുമ്മ ഒരു ചോക്ക് വെച്ച് കംപ്ലീറ്റ് ഡിസൈനൊക്കെ വരച്ച് അതുമ്പോൾ നേരെ പൂക്കളും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മളെല്ലാം ഭംഗിയാക്കി എടുക്കാൻ പോയി നമ്മൾ.
പിന്നെ ഇത് ഉണ്ടാക്കാനുള്ള കാര്യം നമുക്ക് ഈ സമയത്തൊക്കെ ശരിക്കും മഴ ആണ്, കംപ്ലീറ്റ് മഴയാണ്, മഴയും കാറ്റും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ. അപ്പോൾ നമുക്കിപ്പോൾ ഓണങ്ങളൊക്കെ കഷ്ടപ്പെട്ട് ഇട്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, വല്ല മഴയുമ്പോൾ തന്നെ അതങ്ങോട്ട് നശിഞ്ഞു പോകാണ്ട്. ഇതാകുമ്പോഴത്തേക്കും നമുക്ക് വീട്ടിലിരുന്ന് സിറ്റ് ഔട്ടിലിരുന്ന് സുഖമായിട്ട് എല്ലാവർക്കും കൂടി ചേർന്ന് ഓണക്കളിട്ടിട്ട് നേരെ കൊണ്ടുപോയി മുറ്റത്തുകൊണ്ടുപോയി വെക്കാം. പിന്നെ വല്ല മഴ വരണമെങ്കിൽ നേരെ എടുത്ത് സിറ്റ് ഔട്ടിലോട്ട് വെക്കുകയും ചെയ്യാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒന്ന് സെൻറ്ററിൽ ഒരു ചെറിയൊരു എന്താ പറയുക ഒരു ചരട വള്ളി എന്തെങ്കിലും കെട്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു താഴത്തുനിന്ന് കുറച്ച് പൊക്കത്തിലായിട്ട് നമുക്ക് വേണമെങ്കിൽ തൂക്കിയിടുകയും ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ചെയ്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ കൂടുതൽ മഞ്ഞിട്ടുമ്പോട്ടും ആ സെൻറ്ററിൽ അതിൻ്റെ പിടിപ്പിച്ചത്. അപ്പോൾ എൻ്റെ പൂക്കളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാൻ ഇതുണ്ടായത് ഇപ്പോൾ ഈ പ്രാവശ്യം മഴയാണ്. പിന്നെ മെയിനായിട്ട് നമുക്ക് സിറ്റ് ഔട്ടിൽ നിന്ന് ഈ സാധനം പൂക്കളിട്ട് നേരെ കൊണ്ടുപോയി വെക്കാം. മഴ വരെയാണെങ്കിൽ പെട്ടെന്ന് അടുത്ത അകത്തോട്ട് വെക്കുകയും ചെയ്യാം. എന്നാലും അതിനകത്ത് ഒരുപാട് എളുപ്പങ്ങളുണ്ട് അതിനകത്ത് ചെയ്യുമ്പോൾ. നമുക്ക് നമ്മളൊരു കൊല്ലത്തിലൊരു ഓണം വരുമ്പോൾ നമുക്ക് പൂക്കളം മഴയത്ത് പോകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാവും മനസ്സിന്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും കാണാം.